ഇല്ല. എന്നാൽ ഞാൻ എൻ്റെ സാക്ഷി പറയാം, സാക്ഷ്യമായിട്ട് ചില കാര്യങ്ങൾ പറയാം. എനിക്ക് തോന്നുന്നു ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് ഫുൾ ടൈം എന്ന പേരിന് യോഗ്യനല്ല. ഞാൻ സാധാരണ പറയാറുണ്ട്, ഈ ഫുൾ ടൈം എന്ന് പറയുന്നൊരു കളിപ്പീരാണ്. എല്ലാവരും കുറേ സമയം ഉറങ്ങാനെടുക്കും, വിശ്രമിക്കാനെടുക്കും, ബാക്കിയുള്ളതേ വർക്ക് ചെയ്യാൻ ഒക്കുകയുള്ളൂ. കാര്യം ഫുൾ ടൈം കൺസെപ്റ്റിൽ ദൈവം ഭൂമിയിൽ ആരെയും സൃഷ്ടിച്ചിട്ടില്ല. മറ്റുള്ളവർക്ക് കേൾക്കാൻ സുഖമുള്ള കുറേ പദങ്ങളാണ്, അതിൽ കവിഞ്ഞൊന്നുമില്ല. പക്ഷേ മറ്റു ജോലിയൊന്നും ചെയ്യാതെ സഭയ്ക്ക് വേണ്ടി നിൽക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ഇത്രയും നാൾ നടത്തിയതുകൊണ്ട് ദൈവത്തെ വാഴ്ത്തുന്നു. എൻ്റെ ഓരോ യാത്രയിലും സുവിശേഷീകരണത്തിലും കർത്താവ് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും തരികയാണെങ്കിൽ അത് ചർച്ചിന് വേണ്ടിയാണ് എന്നൊരാശയം എനിക്കുണ്ട്. കാര്യം ഞാൻ ചർച്ചിൻ്റെ ആളായതുകൊണ്ട്. പക്ഷെ പണത്തിന് വേണ്ടി അല്ല യാത്ര ചെയ്യുന്നത്. ഞാനൊരു ഒത്തിരി കാര്യങ്ങൾ തുറന്നകത്തോട്ട് കയറിയാൽ, ആരംഭത്തിങ്കിൽ കുറേ നാളുകൾ ചർച്ചിനകത്ത് ഒന്നുമില്ലാഞ്ഞ സാഹചര്യങ്ങളിൽ നമുക്ക് വെളിയിൽ നിന്ന് പണം ലഭിക്കാതെ നമ്മുടെ കാര്യം ഒക്കത്തില്ല എന്ന സാഹചര്യത്തിൽ യാത്ര ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും സാമ്പത്തികവും ആത്മീയവും ഒരുപോലെ ആഗ്രഹം ഉണ്ടായിരുന്നു. അന്നൊക്കെ ദൈവം നടത്തി ഇവിടം വരെ എത്തിച്ചു. ഇന്ന് കാണുന്ന സാഹചര്യങ്ങളിൽ വരെ ദൈവകൃപയാൽ വെളിയിൽ നിന്ന് വലിയ സഹായമില്ലെങ്കിലും നമുക്ക് കഴിഞ്ഞു പോകാം എന്നൊരു സാഹചര്യത്തിൽ കർത്താവ് കൊണ്ടുവരുന്നത് വരെ. എന്നാൽ ഈ ദിവസങ്ങളിൽ ഞാൻ കഴിഞ്ഞ ഒരു 2-3 വർഷത്തിന് മുമ്പേ ചർച്ചിൻ്റെ കമ്മിറ്റിയോട് പറഞ്ഞു, തുടർന്നുള്ള യാത്രകൾ ടോട്ടലി സ്പിരിച്വൽ ഓറിയൻറ്റഡ് ആയിരിക്കും. അതിൻ്റെ അർത്ഥം ഭൗതികമായിട്ടൊന്നും കിട്ടത്തില്ലെന്നല്ല, കിട്ടിയാൽ ഇപ്രാവശ്യവും കിട്ടിയതേ ചർച്ചിനെ കൊണ്ട് ഏൽപ്പിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച തന്നെ കൊണ്ട് ഏൽപ്പിച്ചു. എന്നാൽ ആത്മീകമായും പല കാര്യങ്ങൾ സാധിക്കാൻ കഴിയും. ഞാൻ കുറച്ച് പിക്ചേഴ്സ് ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുമ്പോൾ എത്രയും ക്ലിയർ ആകുമെന്ന് എനിക്കറിയത്തില്ല. ഷാൽ വി സ്റ്റാർട്ട്? ലണ്ടനിലായിരുന്നപ്പോൾ ഇതാ ഒരു രൂപത്തിൻ്റെ മുമ്പ് ഞാൻ നിൽക്കുന്നതായിട്ട് കാണാമോ? കുസ്തന്തീനോസ് എന്ന ചക്രവർത്തിയുടെ രൂപമാണ്. ക്രിസ്ത്യാനിത്വം 3-ാം നൂറ്റാണ്ട് വരെ ഭയങ്കര ത്യാഗത്തിലൂടെ വന്നു. ഒത്താൽ ഞാൻ അതിൻ്റെ ഒരു ഭാഗം പിന്നെ തൊടാം. 3-ാമത്തെ നൂറ്റാണ്ടോടുകൂടെ മോനെ ഗോ ടു കോൺസ്റ്റൈൻ. 3-ാമത്തെ നൂറ്റാണ്ടോടുകൂടെ ഈ ചക്രവർത്തി ഒരു ക്രിസ്ത്യാനിയായി മതപരിവർത്തനം നടത്തി. അമ്മേളി കാണുന്നയാൾ അയാളൊരു ക്രിസ്ത്യാനിയായി മതപരിവർത്തനം നടത്തി. അതിനെ തുടർന്ന് ക്രിസ്തു മതം ലോകത്തിൻ്റെ, അന്നറിയപ്പെടുന്ന ലോകത്തിൻ്റെ ഭരണാധികാരിയാണ് ആയിരിക്കുന്ന മനുഷ്യൻ കുസ്തന്തീനോസ് ചക്രവർത്തി. ക്രിസ്തുമതം ലോകത്തിൻ്റെ മതമായി മാറുകയും അതോടുകൂടെ സഭയുടെ വാതിൽ വൈഡായി തുറക്കപ്പെടുകയും ചെയ്തു. ചില ആശയങ്ങൾ ഗൗരവമായി പറയാനും കൂടെയാണ് ഞാൻ ഇത് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഞാനിത് ഇത്രയും ടൈം എടുക്കത്തില്ലായിരുന്നു. 5 മിനിറ്റ് കൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തിയാനേ. കർത്താവ് യേശുവിൻ്റെ ഒരു പ്രസ്താവനയുണ്ട്, ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും അതിലൂടെ കടക്കുന്നവർ ചുരുക്കവുമാണ്. ആ ചുരുക്കമായ വാതിലിലൂടെ കടന്ന അതിധീരന്മാരായ ദൈവമക്കൾ ഒരിടത്ത് നിൽക്കവേ സഭയിലേക്കുള്ള പ്രവേശനത്തിൻ്റെ വാതിൽ കുസ്തന്തീനോസ് വിശാലമാക്കി. ഏത് പാപം ചെയ്യുന്നവരും കയറി വരാം, ഏത് മതം അംഗീകരിക്കുന്നവനും കയറി വരാം. ചുരുക്കം ചില വ്യത്യാസങ്ങൾ മാത്രം. പണ്ട് നിങ്ങൾ ചെയ്തിരുന്ന അതേ ആചാരങ്ങൾ, അതേ സാഹചര്യങ്ങൾ, അതേ ജീവിതശൈലിക്ക് തുടരാം. പക്ഷേ പേര് മാത്രം മാറ്റിയാൽ മതി. എല്ലാം ക്രിസ്തുവിൻ്റെ പേരിലാകണമെന്ന് പറഞ്ഞു. അങ്ങനെ ക്രിസ്ത്യാനിത്വത്തെ സദാകാലത്തേക്കും നശിപ്പിച്ച മനുഷ്യനാണ് കുസ്തന്തീനോസ്. ഇയാൾക്ക് വിരോധമായി ഞാൻ മറ്റൊരാളിനെ കൂടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നീറോ ചക്രവർത്തിയാണ് ക്രിസ്ത്യാനിയെ ഏറ്റവും അധികം പീഡിപ്പിച്ചത്. പെറ്റ അമ്മയെ സ്വന്തം കൈകൊണ്ട് വെട്ടിക്കൊന്ന മനുഷ്യനാണ് നീറോ. ക്രിസ്ത്യാനികളെ കൊല്ലുന്നതിൽ ആഹ്ലാദം കണ്ടിരുന്ന മനുഷ്യനാണ് നീറോ. നീചന്മാരിൽ നീചനും ക്രൂരന്മാരിൽ ക്രൂരനുമെന്ന് ലോകം വിളിക്കുന്ന നീറോയുടെ കീഴിൽ സഫർ ചെയ്ത ക്രൈസ്തവ മണ്ഡലം. അന്ന് ക്രിസ്ത്യാനിയെ കൊന്നുകൊണ്ടിരുന്നത് വലിയ നീറോയുടെ കാലത്ത്, കുസ്തന്തീനോസ് അല്ല, അദ്ദേഹം തിരിച്ചിട്ടു. നീറോയുടെ കാലത്ത് ക്രിസ്ത്യാനിയെ കൊന്നുകൊണ്ടിരുന്നത് വലിയ വലിപ്പമുള്ള മരങ്ങൾ ആനയെ കൊണ്ട് പിടിച്ചു വളപ്പിച്ച് ചെമ്പുകൊണ്ടുള്ള ചങ്ങലകൾ രണ്ടിലും കെട്ടി ക്രിസ്തു ശിഷ്യന്മാരുടെ 2 കാലുകൾ ആ ചങ്ങലയുടെ മറ്റേ വശത്ത് കെട്ടിയ ശേഷം ആനകളെ മാറ്റി ചെമ്പ് ചങ്ങല റിലീസ് ചെയ്യുമ്പോൾ 2 ഭാഗങ്ങളായി ക്രിസ്ത്യാനി കീറി മാറുമായിരുന്നു. അഴുകിത്തീരുന്നത് വരെ അവർ വൃക്ഷങ്ങളുടെ മുകളിലിരുന്നു. ഈ സാഹചര്യത്തിൽ പിടിച്ചു നിന്ന സഭ 3-ാം നൂറ്റാണ്ടോടുകൂടെ തിരിഞ്ഞു വീണു. വാതിൽ വിശാലമായി. സകല മ്ലേച്ഛ ആരാധനകളും സഭയ്ക്കകത്ത് കടത്തിവിട്ട മനുഷ്യനാണ് കുസ്തന്തീനോസ്. അദ്ദേഹത്തിൻ്റെ മതപരിവർത്തനം ഒരളവിൽ 10,000 സഭയ്ക്കകത്തേക്ക് കൊണ്ടുവന്നു. പക്ഷേ സഭ ഇല്ലാതെയാക്കിയ ഒരു സാഹചര്യമായിരുന്നു. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ്. അടുത്തത് ജോൺ വെസ്ലിയുടെ ഒരു രൂപമാണ്.
ജോൺ വെസ്ലിയുടെ ഒരു രൂപമാണ് നിങ്ങളവിടെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പിക്ചർ മാത്രമാണ്. വെസ്ലിയാണ് തിരിച്ച് ആളുകളെ പൂർണ്ണ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആദ്യമായി ഉപയോഗിച്ച മനുഷ്യൻ. നിശ്ചയമായിട്ടും പ്രൊട്ടസ്റ്റന്റിന്റെ ആരംഭം കുറിക്കുവാൻ വിശ്വാസത്താൽ നീതീകരണം എന്ന ആശയത്തിലൂടെ ദൈവസഭ വന്ന ശേഷം സ്നാനം വരെയുള്ള ഉപദേശ സത്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന പരിശുദ്ധാത്മാവ്, സ്നാനം മുതലായ വേദപുസ്തകത്തിന്റെ ഉപദേശ സത്യങ്ങളിലേക്ക് ജനത്തെ തിരിച്ചു കൊണ്ടുവന്ന ഏറ്റവും വലിയ മനുഷ്യനാണ് ജോൺ വെസ്ലി. അദ്ദേഹം പാർത്തിരുന്ന വീട്ടിലൊന്ന് പോകുവാൻ ദൈവം കൃപ തന്നു. ജോൺ വെസ്ലിയുടെ ഒരു രംഗമാണ്. അതിനകത്തൊരു മ്യൂസിയം ഇന്നുണ്ട്. മ്യൂസിയം സ്റ്റാറ്റസ് ഗവൺമെന്റ് അതിന് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പിക്ചർ അദ്ദേഹത്തിന്റെ വീട് തന്നെയാണതും. അടുത്ത ഒരു പിക്ചർ ഒന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിലായിട്ട് നിൽക്കുകയാണ്. ഈ വീടിനൊരു പ്രത്യേകതയുണ്ട്. ജോൺ വെസ്ലിയുടെ ചെറുപ്പത്തിൽ, ഞാൻ ഇന്ന് വചന ശുശ്രൂഷയുടെ ഒരു ഭാഗം ഇതിനെടുക്കുക, എൻ്റെ സാക്ഷി അല്ലിതെന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഐ വോണ്ട് സംതിങ് ഡിഫറെൻറ്റ്. പക്ഷെ ദൈവം അയച്ചതുകൊണ്ട്, കണ്ടതുകൊണ്ട്, പിക്ചർ എടുക്കാൻ സാധിച്ചതുകൊണ്ട്. ഈ വീടിനൊരു പ്രത്യേകതയുണ്ട്. ജോൺ വെസ്ലിയുടെ മാതാപിതാക്കൾക്ക് 19 മക്കളായിരുന്നു. 19 മക്കൾ. അതിൽ 10 പേര് ചെറുപ്പത്തിലെ മരിച്ചുപോയി, 9 പേര് മാത്രമേ വളർന്നു വന്നുള്ളൂ. ജോൺ വെസ്ലിയുടെ 3-4 വയസ്സ് പ്രായമുള്ള സമയം, 19 പിള്ളേരൊക്കെ ആകുമ്പോൾ എല്ലാവരെയും കൂടെ ഒരുപോലെ കെയർ ചെയ്യാൻ മാതാപിതാക്കൾക്കൊക്കത്തില്ല. സൂസൻ, അദ്ദേഹത്തിൻ്റെ അമ്മ, തന്നെ വീട്ടിൽ ഉറക്കിയിട്ടിട്ട് വെളിയിൽ എവിടെ പോയി. ആ സമയത്താണ് ഈ വീടിന് തീ പിടിക്കുന്നത്. അതേ വീടാണ് ഇന്നും അവർ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വീടിന് തീ പിടിച്ചതോടുകൂടെ എല്ലാവരും ഇറങ്ങി ഓടി. പക്ഷേ 3-4 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന വെസ്ലി 2ാമത്തെ നിലയ്ക്കകത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു. ആരും അറിഞ്ഞില്ല. പ്രായമുള്ള ഒരു പെങ്ങൾ അല്പസമയത്തിന് ശേഷം ഓർത്തു കുഞ്ഞിനെ എടുത്തിട്ടില്ല എന്നുള്ള വിവരം. അവൾ അലച്ചു വിളിച്ചു. പക്ഷെ അതിനോടകം തീ അങ്ങ് കത്തിപ്പടർന്നതുകൊണ്ട് ആർക്കും അകത്ത് കയറി എടുക്കുവാനൊക്കഞ്ഞൊരു സാഹചര്യം. അന്ന് ഫയർ എഞ്ചിനില്ല, വലിപ്പമുള്ള ഏണികളില്ല, അല്ലെ വലിപ്പമുള്ള കയറാനുള്ള ഒന്നുമില്ല. അതുകൊണ്ട് അന്ന് ആളുകളുടെ ഇടയിൽ ഒരു ടെക്നിക്ക് ഉണ്ടായിരുന്നു. ഒരു 4-5 പേര് ഒന്നിച്ച് നിന്ന് അവരുടെ മേളിൽ ഒരുത്തനെ എടുത്തു കയറ്റും. അവന്റെ മേളിൽ അല്ലെ 2-3 പേരെ കയറ്റും. അവന്റെ മേളിൽ 3ാമതൊരാളിനെ കയറ്റും. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ചേർന്ന് ഒരു ക്രെയിൻ പോലെ തന്നെത്താൻ കളരുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിലാണ് ജോൺ വെസ്ലിയെ രക്ഷിച്ചെടുത്തത്. ആ തീ പിടിച്ച വീടാത്. നെക്സ്റ്റ്, അദ്ദേഹത്തിന്റെ ഒരു പൂർണ്ണകായ പ്രതിമയുടെ അടുക്കൽ നീക്കുവാൻ കർത്താവ് കൃപ തന്നു. 17.5 ലക്ഷം ആളുകളെ സ്നാനപ്പെടുത്തിയ മനുഷ്യനാണ്. 17.5 ലക്ഷം ആളുകളെ സ്നാനപ്പെടുത്തിയ മനുഷ്യനാണ്. തൻ്റെ കാലത്താണ് തിരിച്ച് ഒടിയിക്കോൾ ക്രിസ്ത്യാനിത്വം വേദപുസ്തക ഉപദേശത്തിലേക്ക് മടങ്ങി വരുന്നത് പൂർണ്ണമായ ഒരളവിൽ. അടുത്തതിന് പോകാം. സ്മിത്ത് വിഗിൽസ്വർത്തിനെ നെക്സ്റ്റ്. അദ്ദേഹത്തിൻ്റെ തന്നെ വേറൊരു ചിത്രം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് സ്മിത്ത് വിഗിൽസ്വർത്ത് മരിച്ചതായ ചർച്ച. ഇത് അത്ഭുതങ്ങളുടെയും വീര്യപ്രവൃത്തികളുടെയും അതിഗംഭീരമായ ആരംഭം കുറിച്ചുകൊണ്ട്, ഫുൾ പ്ലേസ് പെൻഡക്കോസ്റ്റൽ മണ്ഡലത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് ഇന്നത്തെ പെന്തക്കോസ് സാഹചര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന ആദ്യത്തെ മനുഷ്യനാണ് സ്മിത്ത് വിഗിൽസ്വർത്ത്. തൻ്റെ ആയുസ്സിൽ 22 ശവശരീരങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു. ഈ 2 പേരുടെ ജീവിതത്തിലുള്ള വേർപാടും വിശുദ്ധിയും. ദ നൈറ്റ് വാസ് സോ ഗ്രേറ്റ് വാസ് സോ നാരോ. ഞാൻ പറഞ്ഞു, കുസ്തന്തീനോസ് ആ ഗേറ്റ് അങ്ങ് വലുതാക്കി. ന്യൂ ലൈഫ് ചർച്ച് എന്നാണ് ഇന്ന് അതിൻ്റെ പേര്. കുസ്തന്തീനോസ് അതിൻ്റെ ഗേറ്റ് അങ്ങ് വലുതാക്കി. അതിൻ്റെ ഗേറ്റ് വലുതാക്കി കണ്ടവർക്കെല്ലാം അകത്ത് കയറാമെന്നാക്കിയെങ്കിലും തിരിച്ച് ദൈവസഭയുടെ മാതൃകയിൽ കൊണ്ടുവരുവാൻ അതിൻ്റെ ഗേറ്റിനെ നാരോ ഡൗൺ ചെയ്ത ദൈവിക പ്രിൻസിപ്പിളിൽ കൊണ്ടുവന്ന 2 വ്യക്തിത്വങ്ങളാണത്. അടുത്ത 1-2 പിക്ചർ കൊടുപ്പാമോ? ജോൺ വെസ്ലി, സ്മിത്ത് വിഗിൽസ്വർത്ത്. സ്മിത്ത് വിഗിൽസ്വർത്ത് മരിച്ച റൂമാണിത്. ആ റൂമിനകത്ത് വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. ഇന്ന് അവിടെ ഇരിക്കുന്ന പാസ്റ്ററോട് കൂടെ ആ റൂമിനകത്ത് നിന്നൊരു പിക്ചർ എടുക്കാൻ കർത്താവ് കൃപ തന്നു. ആ റൂമിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടെന്നല്ല, അവരും യാതൊരു പ്രത്യേകതയും കൊടുക്കുന്നില്ല. സത്യത്തിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ അതിനകത്തെല്ലാം പഴയ ആംപ്ലിഫയറും പൊട്ടിയ ഗിതാറും എല്ലാം കൂടെ വാരിയിട്ട് ഒരാളിന് കയറാൻ വയ്യാത്ത സാഹചര്യത്തിലായിരുന്നു ആ മുറി. ഞാൻ ആ പാസ്റ്ററോട് റിക്വസ്റ്റ് ചെയ്തു, ഞാൻ ഇന്ത്യയിൽ നിന്ന് വരികയാണ്, ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് 2 പിക്ചർ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയാണ്, കാര്യം ഞങ്ങളിൽ അത് ആ മനുഷ്യൻ്റെ ഓർമ്മയുണ്ട് അതുകൊണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം 2 വേലക്കാരെ വിട്ട് കുറേ സമയം കൊണ്ട് ആ റൂം ഒന്ന് ക്ലിയർ ചെയ്യിച്ച് എനിക്കും കൂടെ ഞങ്ങൾക്ക് 2 പേർക്ക് കയറി നിൽക്കാൻ സ്പേസ് ഉണ്ടാക്കി. ഇപ്പോഴും പഴയ പുസ്തകമൊക്കെ ഇവിടെ കിടക്കുന്നേ ഉള്ളൂ. സോ ഈ റൂമിനകത്ത് വെച്ചാണ് ആ മനുഷ്യൻ മരിച്ചത്. ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, സ്മിത്തിൻ്റെ കാലം കഴിഞ്ഞു, ജോൺ വെസ്ലിയുടെ കാലം കഴിഞ്ഞു. നമ്മളാണ് ഈ തലമുറ. ദൈവത്തിന് ഈ തലമുറയിൽ ആൾ വേണം. അവരാരും തിരിച്ചു വരത്തില്ല. നമ്മിൽ ചിലരെ ദൈവത്തിന് വേണം. നമ്മിൽ ചിലർ സമർപ്പിക്കുമെങ്കിൽ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയും. പ്ലീസ് ഗോ ടു ദ നെക്സ്റ്റ്. ഞാൻ ആ ഒരു മനുഷ്യൻ്റെ, എൻ്റെ കൂടെ നിൽക്കുന്ന ആ ഒരു മനുഷ്യൻ്റെ ചിത്രം കൂടെ ഈ കൂട്ടത്തിൽ ചേർക്കാൻ കാരണം, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, സജി കൊല്ലന്നൂർ പത്മോസിൽ പോകുവാനും
യോഹന്നാൻ അപ്പോസ്തലൻ ഇരുന്ന് ഉപവസിച്ച സ്ഥലത്ത്, ഇരുന്ന് പ്രാർത്ഥിച്ച സ്ഥലത്ത് ചില ദിവസങ്ങൾ ഇരുന്ന് ഉപവസിക്കുവാനും ചില പുതിയ ആശയങ്ങൾ ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കുവാനും ദൈവം തിരഞ്ഞെടുത്ത മലയാളിയാണ്. അദ്ദേഹം ഒരു മലയാളി ആയതുകൊണ്ട് നമുക്ക് മലയാളികളോട് ഒരു വിരോധമില്ല. ഞാൻ മലയാളിയല്ലേ. പലരും പറയാറുണ്ട് ഇത് മലയാളിയുടെ കൾച്ചർ അടാന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് ഞാൻ അതാണല്ലോ, നീയും അതല്ലേ. അല്ലെ പിന്നെ അങ്ങനെ നമ്മൾ ഈ ഭാഷ പറയുന്നേ. നമ്മളെ വെട്ടിയെടുത്ത ഖനിഗർഭത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. മലയാളികളുടെ കൂട്ടത്തിൽ ദൈവം ഉപയോഗിക്കുന്നവരുണ്ട്. ദൈവം ഇവരെ ഉപയോഗിക്കട്ടെ. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ്. യോർക്ക് മിനിസ്ട്രീസ്. അവിടെ നിങ്ങൾക്ക് ഇന്ന് ലണ്ടൻ പട്ടണത്തിലുള്ള ഏറ്റവും വലിയ ചർച്ച് കാണാം, യോർക്ക് മിനിസ്ട്രീസ്. ഇതിന്റെ മുൻപിൽ തന്നെയാണ് കുസ്തന്തീനോസിന്റെ പടം നമ്മൾ എടുത്തത്, കണ്ടതും ഇതിന്റെ മുമ്പിൽ തന്നെയാണ്. ആ കണ്ണാടികളുടെയും ചർച്ചിന്റെയും വലിപ്പം ഒന്ന് അസസ് ചെയ്യാൻ വേണ്ടിയാണ്. അതിന്റെ മുന്നിൽ മരങ്ങൾ നിൽക്കുന്നത് കാണാം. ആ മരത്തിന്റെ 1/3 വരെ ഉള്ളൂ മനുഷ്യൻ. ആ മരത്തേക്കാൾ എന്നാ കളരത്തിൽ ആ കണ്ണാടി നിൽക്കുന്നത് നിങ്ങളൊന്ന് കണ്ടോളാൻ വേണ്ടിയാണ് ഞാനത് അതിന്റെ പിക്ചർ എടുത്തത്. എന്ന് പറഞ്ഞാൽ അതിന്റെ വലിപ്പം എന്നാ ഉണ്ടെന്ന്. ഇന്നതിനകത്ത് എല്ലാ ദിവസവും പല ആരാധനകൾ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്ന കൊയറിനകത്ത് തന്നെ ശമ്പളം വാങ്ങിക്കുന്ന 100-ലധികം മെമ്പേഴ്സ് ഉണ്ട്. പക്ഷെ ആരാധനയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം 40-ൽ താഴെയാണ്. എന്നാ ചർച്ച എന്നറിയാമോ? 100-ലധികം ആളുകൾക്ക് ശമ്പളം കൊടുത്ത് യോർക്ക് മിനിസ്ട്രീസിൽ ഇന്ന് കൊയറുണ്ട്. ഞങ്ങൾ അതിനകത്ത് പോകാനും കാണാനും ഒക്കെ കർത്താവ് ഇടയാക്കി. പക്ഷെ ആരാധനയ്ക്ക് വരുന്നവരുടെ എണ്ണം 40-ൽ താഴെയാണ്. കപടഭക്തി കൊണ്ട് നിറഞ്ഞാൽ, വെറും കാഴ്ചയ്ക്ക് മാത്രം പുറമേ ഉള്ളത് പോയാൽ ഭാവിയിൽ ഇതാണ് ഫലം. സഭകൾ നശിച്ചുകൊണ്ടിരിക്കും. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ്. യോർക്ക് മിനിസ്ട്രീസ്. അത് യോർക്ക് മിനിസ്ട്രീസിൽ പണ്ടുകാലത്ത് ശുശ്രൂഷിച്ചിട്ടുള്ള ഭക്തന്മാരുടെ ശവങ്ങൾ അടക്കിയിട്ടുള്ള ഇടത്ത് അവരുടെ കുടീരത്തിന്റെ മുകളിൽ ആ ആളിന്റെ പൂർണ്ണകായ പ്രതിമ ഉണ്ടാക്കി വെക്കുന്ന പതിവുണ്ട്. ഇന്നവിടെ പോയാൽ ദൈവം ഉപയോഗിച്ച ഭക്തന്മാർ ഇവരായിരുന്നല്ലോ എന്ന് ഓർക്കാം. നെക്സ്റ്റ്. ഷെഫീൽഡിൽ ഈ പ്രാവശ്യം പ്രധാന കൺവെൻഷൻ നടത്തുവാൻ എടുത്തിരുന്ന ആ ചർച്ചിന്റെ ബിൽഡിംഗ് ആണ് കാണുന്നത്. സംതിങ് റിയലി ലാർജ്. വലിപ്പമുള്ള ഒരു സഭയാണ്. പക്ഷെ കപടഭക്തി കയറിയതിനാൽ, കപടഭക്തി എന്നുള്ള പദം ഞാൻ ഉപയോഗിക്കുമ്പോൾ മറക്കരുത്, സഭകളെല്ലാം ശൂന്യമായിക്കൊണ്ടിരിക്കുക. എന്നും അവിടെ ബാക്കിയുള്ള ഒരു ചർച്ച. അതിനകത്തായിരുന്നു ഞങ്ങളുടെ കൺവെൻഷൻ. അതിനകത്തോട്ട് ഇച്ചിരി ഞാൻ കയറാൻ പോവുക, കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അതിനകത്തെ ഒരു സീനാണ് കാണുന്നത്. അതിന്റെ വലിപ്പം എന്നാ ഉണ്ടെന്ന് നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി അതിൻ്റെ എടുത്ത് അതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ ഒടുവിൽ കാണിക്കാം. ഗോ ടു ദ നെക്സ്റ്റ്. അതിന്റെ ഇന്റേണലിന്റെ വേറൊരു ഭാഗമാണ്. ആണ്ട് ഇത് കാണാമോ? ആണ്ട ചർച്ചിനകത്ത് കിടക്കുന്നു. ഇതിനകത്ത് ആണ്ട് ആളുകൾ മുന്നേ നിൽക്കുന്ന ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ചെറിയ പോർഷൻ കാണാമോ? അതിനകത്ത് മലയാളികൾക്കൊരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. ആ സ്ഥലത്താണ് ഇപ്പം മലയാളികൾ ആരാധിക്കുന്നത്. ബാക്കിയെല്ലാം അവിടെ കാലി കിടക്കുക. മലയാളികൾക്ക് സ്ഥലം കൊടുത്തിട്ടുണ്ട്. പല കൾട്ട് ഗ്രൂപ്പുകളും അതിനകത്ത് വരുന്നുണ്ട്. ആ വാടക കൊണ്ടൊക്കെ അവർ ഒരു കണക്കിൽ കഴിഞ്ഞു പോകുന്നു. ഗോ ടു ദ നെക്സ്റ്റ്. അവിടെ കണ്ടൊരു വീഡിയോ കിട്ടും. ഉണ്ട് ആ കാണുന്ന പിക്ചർ. ഇത്രയും സ്ഥലത്താണ് ഇന്ന് സഭയിലെ ജനങ്ങൾ ആരാധിക്കുന്നത്. അവിടെ 10-12 കസേര ഇട്ടിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. കുറഞ്ഞാലും 500 പേർക്കെങ്കിലും സുഖമായി ഓടി നടന്ന് ആരാധിക്കാൻ വലിപ്പമുള്ള ചർച്ചിനകത്ത് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള 17 മെമ്പേഴ്സേ ഉള്ളൂ. അതിൽ തന്നെ മിക്കവരും 70-ന് മേളിലാണ്. ഒരച്ഛനെ കിട്ടാത്തത് കൊണ്ട് ഒരു പെണ്ണച്ഛനെയാണ് അവിടെ ആക്കിയിരിക്കുന്നത്. പലരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന വാടകയുടെ വരുമാനം കൊണ്ട് കഴിഞ്ഞു പോകുന്നു. എന്തായിരിക്കും ഇതിന്റെ കാരണം? കപടഭക്തി. ട്രൂ വർഷിപ്സ് എന്ന പേരിൽ അയർലൻഡിൽ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചെല്ലുന്ന സമയം ഞാൻ അവിടോട്ട് വന്നോളാം. ഓക്കെ, ഗോ ടു ദ നെക്സ്റ്റ്. ഒരു വീഡിയോ നമുക്ക് അവിടെ കാണാം. അതിന്റെ വലിപ്പം 2 മിനിറ്റേ ഉള്ളൂ, കൂടുതൽ സമയം എടുക്കത്തില്ല. അത്രയും സ്ഥലത്താണ് ആരാധന നടക്കുന്നതെന്ന് മാത്രം ഞാൻ കാണിച്ചു. ബാക്കിയൊക്കെ കാലി കിടക്കുക. മലയാളികൾ ഞങ്ങൾ അവിടെ മീറ്റിങ്ങിന് പോയവരുടെ എണ്ണം അണ്ടാക്കാണെന്ന് ഒരു 40ഓളം കാണും. ആ ഏരിയയുടെ കൺവെൻഷനാണ്. അടുത്ത ഫീൽഡുകളിൽ നിന്ന് എല്ലാ ആളുകളും ഒന്നിച്ച് നടത്തിയ കൺവെൻഷനാണ്. ബാക്കി ഇതിനകം മുഴുവനും കാലി കിടക്കുക. നമ്മുടെ ജീവിതത്തിൽ കപടഭക്തി വരാതെ ദൈവം നമ്മെ തള്ളാതിരിക്കാൻ ശ്രദ്ധിക്കാം. നമ്മൾ സ്തോത്രമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിന് മഹത്വമെന്ന. നമ്മൾ അന്യോന്യം ഒരു വാക്ക് പറഞ്ഞാൽ അതിന് അർത്ഥമുണ്ട്. വെറും ഷോ ആയി നമ്മൾ മാറരുതേ. ലണ്ടനിലെ കൺവെൻഷന്റെ ചില സീനുകൾ ആ ചർച്ചിനകത്ത് നിൽക്കുന്ന അത് ആ ചർച്ചിനകത്തല്ല. അത് കഴിഞ്ഞ് ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു ബിൽഡിങ്ങിനകത്ത് ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. അതാണത്. എനിക്ക് തോന്നുന്നത് അയർലൻഡിലെ സീനായിരിക്കും ആ കാണുന്നത്. ലണ്ടനിൽ ഞാൻ ഇന്ത്യൻ ഡ്രസ്സിലാണ് നിന്നത്. അയർലൻഡിൽ ബൈജുവിന്റെ ആ സ്ഥലത്ത് മറ്റു ഭാഷക്കാരും കൂടെ വന്നതുകൊണ്ട് അവരെ പോലെ വേഷം കെട്ടേണ്ടതായി വന്നു. ഗോ ടു ദ നെക്സ്റ്റ്. അയർലൻഡിൽ നടന്ന ഒരു കൺവെൻഷന്റെ ഒരു സീനാണത്. ഗോ ടു ദ നെക്സ്റ്റ്. അതും അയർലൻഡിൽ തന്നെ നടന്ന കൺവെൻഷന്റെ മറ്റൊരു സീനാണ്. മുന്നോട്ട് വീണ്ടും അയർലൻഡ് കൺവെൻഷൻ. അയർലൻഡ് കൺവെൻഷനിൽ ഒരു ഓൾട്ടർ കോൾ കൊടുക്കുന്നതാണ് കാണുന്നത്. എവിടെയെങ്കിലും ഒരത്ത് ദൈവം എന്നെ ശുശ്രൂഷയ്ക്ക് അയച്ചാൽ ദൈവത്തിന്റെ മഹാകരുണയാൽ പോയേച്ചു വന്നു എന്നുള്ളതല്ല.
അവിടുന്ന് എന്ത് സാധിച്ചു എന്ന് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അന്വേഷിക്കുന്ന പതിവുണ്ട്. ഓൾട്ടർ കോളിൻ്റെ ഒരു രംഗമാണ് കാണുന്നത്. പല രംഗങ്ങൾ ഗോ കീപ് ഗോയിങ്. ഇത് തിരിച്ച് ലണ്ടൻ പട്ടണത്തിൽ വന്ന് രണ്ടാമതൊരു സ്ഥലത്ത്, മൂന്നാമത്തെ ഒരു സ്ഥലത്തെ മീറ്റിംഗ് ആണത്. റെഡിങ് എന്ന സ്ഥലത്തെ മീറ്റിംഗ്. അത് താവട്ട് വന്നിട്ട് ഇത് തിരിച്ച് മിനിസ്ട്രി കൊണ്ട് എന്തൊക്കെ സാധിച്ചു. ഞാൻ പോയ പോക്കിലെ കുവൈറ്റിൽ പോയിരുന്നു, ദുബായിൽ പോയിരുന്നു. ഓരോന്നോരോന്നോരോന്ന് എടുക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മിനിസ്ട്രി കൊണ്ട് എന്തൊക്കെ സാധിച്ചു. ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ തന്നു. ആളുകൾക്ക് വേണ്ടി ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. നെക്സ്റ്റ്, രോഗശാന്തിക്ക് വേണ്ടി ദൈവം വഴിയൊരുക്കി. ഗോ ടു ദ നെക്സ്റ്റ്. ഏറ്റവും ഒടുവിലത്തേതും കൂടെ വരാം, നമുക്ക് വരാം. രോഗശാന്തിയുടെ സെക്ഷൻ കഴിഞ്ഞാൽ അതൊരു വീഡിയോ ആണല്ലേ, ഇറ്റ്സ് എ വീഡിയോ. എനിക്കൊന്ന് ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ ഇതുപോലുള്ള രോഗശാന്തികൾ കാണാത്ത ഒരു ചർച്ച കുറവാണ്. സോ നമുക്ക് വലിയ അട്രാക്ഷൻ ഒന്നുകൊണ്ട് കിട്ടുന്നതല്ല. പക്ഷേ രോഗസൗഖ്യം എന്നുള്ളത് വളരെ വലിയ വിഷയമാണ്. വേദപുസ്തകത്തിലെ പ്രധാന ആശയങ്ങളിൽ നിന്ന് അല്പസ്വല്പം വ്യത്യസ്തമായ ആശയങ്ങൾ പ്രസംഗിക്കുന്ന പലർക്കും നല്ല ആൾക്കൂട്ടം കിട്ടാറുണ്ട്. ഞാൻ അതിൽ ഒരാളിനോട് ചോദിച്ചു, കറക്റ്റ് വേദപുസ്തകത്തിൻ്റെ ഉപദേശം ഇതല്ലല്ലോ, പിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, പക്ഷേ ഇതൊന്നും അല്ലെങ്കിലും ഈ രോഗശാന്തിയൊക്കെ കാണുമ്പോൾ ഞങ്ങൾ സത്യത്തിൽ കാര്യം മനുഷ്യനെ കൊണ്ട് അസാധ്യമായ ഒന്ന് ദൈവം പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾ അങ്ങ് സന്തോഷിക്കുന്നതാണ്. ഈ മിനിസ്ട്രിയുടെ എല്ലാം ഒടുവിൽ രോഗശാന്തികൾ നടന്നു, ടീച്ചിങ് ആൻഡ് അനോയിന്റിങ് എല്ലാം നടന്നു. ഇതിൻ്റെ ടോട്ടൽ സം അൾട്ടിമേറ്റ്ലി ഇതിന് വേണ്ടിയാണ് പച്ചവെള്ളത്തിലെ സ്നാനം. പോയിടത്തെല്ലാം തരുവാൻ കർത്താവ് ശക്തനായിരുന്നു. കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ അവിടം കൊണ്ട് ആ ഒരു ജേർണിയെക്കുറിച്ചുള്ളതങ്ങ് നിർത്താൻ താല്പര്യപ്പെടുക. ഞാൻ ഈ ട്രൂ വർഷിപ്പ് എന്ന ഒന്ന് ബൈജുവിൻ്റെ സ്ഥലത്ത് നടക്കുകയായിരുന്നു. ഞാൻ ചെല്ലുന്ന സമയത്ത് നമ്മുടെ ഈ ചർച്ച് വന്നിട്ടുള്ള ഇമ്മാനുവേൽ മൈറ്റ് എന്നൊരു ദൈവദാസൻ, ബൈജു തന്നെ അദ്ദേഹത്തെ ഇങ്ങോട്ട് വിട്ടിരുന്നത്, ആണ് ഈ ട്രൂ വർഷിപ്പ് എന്നുള്ള ഭാഗം എടുത്തത്. തന്നൊരാശയം കൊണ്ടുവന്ന് അവിടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുക. കാര്യം ഇന്ന് നമ്മൾ വെളിനാടുകളിലേക്ക് ഇറങ്ങിയാൽ എന്തിന് നമ്മുടെ കേരളവും ബാംഗ്ലൂരും ഉൾപ്പെടെ പലതും നാടകങ്ങളായി മാറിക്കഴിഞ്ഞു. അഭിനയങ്ങളായി വേഷം കെട്ടിക്കൊണ്ട് അനേകർ മാറിക്കഴിഞ്ഞു. KM പീറ്റർ എന്നൊരു കർത്താവിൻ്റെ ദാസൻ പണ്ടൊരിക്കൽ ഒരു പാട്ടെഴുതിയത് എനിക്ക് ഓർമ്മയുണ്ട്. ദൈവശക്തി നഷ്ടപ്പെട്ട ശേഷം വസ്ത്രത്തിന്മേൽ മേന്മ വരുത്തി പുസ്തകമേന്തി നടപ്പു പലരും എന്ന വാചകം. പലതും ഒരു അഭിനയമായി മാറി. ആത്മാർത്ഥതയില്ലാത്ത അഭിനയങ്ങളിലൂടെ സഭ ഇറങ്ങി മാറുന്നതോടെ ദൈവസാന്നിധ്യം നഷ്ടപ്പെടുകയും ഒടുവിൽ ആളുകൾ തകരുകയും ചെയ്യും. പാട്ട് പാടാതെ ആരാധിക്കാൻ പ്രയാസമാണ്. പക്ഷെ പാട്ട് തന്നെ വന്നാൽ അത് ആരാധനയല്ല. ആരാധിക്കുമ്പോൾ നൃത്തം ഉണ്ടാകും, പക്ഷെ നൃത്തം മുഴുവനും ആരാധനയല്ല. ആരാധനയ്ക്ക് വാദ്യമേളങ്ങൾ നിർബന്ധമായും നല്ലതാണ്. പക്ഷെ വാദ്യമേളങ്ങൾ കൂടി ചാടിയതുകൊണ്ട് ആരാധനയാകത്തില്ല. വാട്ട് ഈസ് എ ട്രൂ വർഷിപ്പ്? നമ്മുടെ അകത്തിൻ്റെ അകത്ത് ദൈവവും നമ്മളും കൂടെ ഒരേ ലൈനിലായി നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുന്നതിനെയാണ് ആരാധന എന്ന് വിളിക്കുന്നത്. നമുക്ക് ആത്മാർത്ഥമായ ലെവലിലേക്ക് പോകുവാൻ ഈ ദിവസങ്ങളിൽ താല്പര്യപ്പെടണം. ദൈവത്തിന് ഈ ദിവസങ്ങളിൽ നമ്മെ കൊണ്ട് ആവശ്യമുണ്ട്. ഞാൻ എൻ്റെ മിനിസ്ട്രിയുടെ റിപ്പോർട്ടായിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ കുസ്തന്തീനോസിലാണ് തുടങ്ങിയത്. ഒടുവിൽ നീറോ കേസറുടെ കാര്യം ഞാൻ തൊട്ടു. ഒടുവിൽ ദൈവം ശക്തമായി ഉപയോഗിച്ച കർത്തൃദാസന്മാരെ 2 പേരെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനായി കർത്താവ് എനിക്ക് കൃപ തന്നു. അവരുടെയൊക്കെ ജീവിതത്തിൽ കണ്ടിരുന്ന ആ വിശുദ്ധിയും ആ വേർപാടും ആ ദൈവകൃപയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. ജോൺ വെസ്ലിയെ കുറിച്ച് ഒരുപാട് പ്രാവശ്യം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടെ ഒരു ഭാഗം മാത്രം തൊടാം. 49,000-ലധികം പ്രസംഗങ്ങൾ ഒരായുസിൽ പറഞ്ഞ മനുഷ്യൻ. ഒരാവറേജ് ദിവസം 3 മീറ്റിങ്ങുകളെങ്കിലും ആ മനുഷ്യൻ നടത്തി വന്നു. ഒരു കുതിരയുടെ പുറത്ത് അദ്ദേഹം സഞ്ചരിച്ച ദൂരം, UK മാത്രം, അന്നത്തെ ലണ്ടനിൽ മാത്രം ആ മനുഷ്യൻ സഞ്ചരിച്ച ദൂരം ഭൂമിയിൽ നിന്ന് ചന്ദ്രനിൽ പോയി പകുതി വഴി തിരിച്ചു വരുന്ന ദൂരത്തിൻ്റെ തുല്യമാണ്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിൽ പോയി പകുതി വഴി തിരിച്ചു വരുന്ന ദൂരത്തിൻ്റെ തുല്യമാണ് ജോൺ വെസ്ലി ഒരു കുതിരയുടെ പുറത്താണ്, ഹോഴ്സ് ബാക്ക്, താന് ലണ്ടനിൽ യാത്ര ചെയ്തത്. 49,000 സെർമണുകൾ താൻ പ്രസംഗിച്ചു. ആവറേജ് ഒരു ദിവസം 3 പ്രസംഗങ്ങൾ വീതം എങ്കിലും അതിൽ കുറയാതെ താൻ പ്രസംഗിച്ചു. ഇതിലെ മിക്ക പ്രസംഗങ്ങളും കല്ലും കൊഴിയും വെട്ടി ആളുകൾ എറിഞ്ഞ് ഡിസ്റ്റർബ് ചെയ്തതും തന്നെ ഉപദ്രവിച്ചതുമായ പ്രസംഗങ്ങളായിരുന്നു. ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഒരു മീറ്റിംഗ് കഴിഞ്ഞ് അടുത്തൊരു മീറ്റിങ്ങിന് വേണ്ടി പോകുമ്പോൾ വളഞ്ഞ റോഡ് പോകുന്നത്, ആ വളഞ്ഞ റോഡിൽ കൂടെ പോയാൽ സമയം കൂടുതൽ എടുക്കുന്നത് കൊണ്ട് താൻ ഒരു ഷോർട്ട് കട്ട്, ഒരു നടപ്പാതയുണ്ട്, ആ നടപ്പാതയിൽ കൂടെ കയറിപ്പോയി. കുതിരയാണ് ഓടുന്നത്. നടപ്പാതയിൽ കൂടെ കുതിര പോകുമ്പോൾ അബദ്ധത്തിന് തന്നോട് ഇഷ്ടമില്ലാത്ത ഒരു മനുഷ്യന്റെ പുരയിടത്തിൽ കുതിരയുടെ കാല് കുത്തിപ്പോയി. കുതിരയുടെ കാലിൻ്റെ പാട് അവിടെ ഉണ്ടായിരുന്നു. ആ
ആ മനുഷ്യൻ ജോൺ വെസ്ലിയെ പ്രതിയാക്കി കോടതിക്ക് കേസ് കൊടുത്തു. എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ പ്രോപ്പർട്ടിയിൽ കുതിര കയറ്റി അയാൾ എൻ്റെ പ്രോപ്പർട്ടിയിൽ കയറി. ട്രസ്പാസിങ്, എൻ്റെ പ്രോപ്പർട്ടിയിൽ ട്രസ്പാസ് ചെയ്തു. ജഡ്ജ് തനി ആൻറ്റി ക്രിസ്ത്യനാ, സുവിശേഷ വിരോധിയാ. അദ്ദേഹം ഇങ്ങർക്ക് കൊടുത്ത പണിഷ്മെന്റ് 20,000 പൗണ്ട് പെനാൽറ്റി കിട്ടാനായിരുന്നു. 20,000 പൗണ്ട് പെനാൽറ്റി കിട്ടുവാൻ അദ്ദേഹത്തിനെ ശിക്ഷിച്ചു. അത് തന്നെ കൊണ്ട് കെട്ടാൻ ഒക്കുകയില്ല. അക്കാലത്ത് ഇവരാരും സമ്പന്നരല്ല. സമ്പത്തിനെ കുറിച്ച് വചനം തൊടുന്ന കൂട്ടത്തിൽ ഞാൻ തൊടാം. അന്ന് ഇവരാരും സമ്പന്നരല്ല. അവർക്കുള്ളതൊക്കെ സുവിശേഷത്തിന് വേണ്ടി കൊടുത്ത് ജീവിക്കുന്നവരാ. ഇവരെ കൊണ്ട് ഇത് കെട്ടാനൊക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ചാകുന്നതുവരെ ജയിലിൽ കിടന്നു. ഇന്നുകൊണ്ട് ഇതിന്റെ പ്രസംഗം തീർന്നട എന്ന് പറയേണ്ടതിനാണ് 20,000 പൗണ്ട് പിഴ അടയ്ക്കുകയോ ഇല്ലെങ്കിൽ പിഴ കെട്ടുന്നതുവരെ ജയിലിൽ കിടക്കുകയോ ചെയ്യാൻ ലണ്ടന്റെ കോടതി വിധിച്ചത്. ജയിലിൽ തുടരുവാൻ താൻ തീരുമാനിച്ചെങ്കിലും തന്റെ അനുയായികൾ ചേർന്ന് പണം പിരിച്ചെടുക്കുകയും ആ 20,000 പൗണ്ട് കോടതിയിൽ കെട്ടുകയും ചെയ്തു. കോടതിയിൽ കെട്ടുവാൻ വേണ്ടി ഒരു കവറിനകത്ത് ആ ചെക്ക് എഴുതി ഇടുന്ന സമയം ജോൺ വെസ്ലിയുടെ കൈകൊണ്ട് ആ കവറിന്റെ എൻവലപ്പിന്റെ 2 സൈഡിലും ഓരോ മാർക്കിംഗ് കൊടുത്തു. മുൻപിലത്തെ സൈഡിൽ താൻ എഴുതി, ഞാൻ വാങ്ങാത്തത് തിരികെ കൊടുക്കുന്നു. വാങ്ങിയ പണമല്ലല്ലോ ഇതാരുടേത്. ഞാൻ വാങ്ങാത്തത് തിരികെ കൊടുക്കുന്നു. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ അദ്ദേഹം എഴുതി വെച്ചു, നിത്യതയിൽ പലിശ സഹിതം തിരികെ വാങ്ങുവാൻ ഞാൻ ദൈവമുമ്പിൽ കെട്ടിവെക്കുന്നു. നിത്യതയിൽ പലിശ സഹിതം തിരിച്ചു വാങ്ങുവാൻ ഞാൻ ദൈവസന്നിധിയിൽ കെട്ടിവെക്കുന്നു. എൻ്റെ അനുഭവങ്ങളിൽ അത്രയും പറഞ്ഞ് നിർത്തിയേക്കാം. ഇതുപോലുള്ള സാഹചര്യങ്ങളിലൂടെ പോയത് ഓർമ്മയുണ്ട്. നിത്യതയിൽ ബാക്കി കാണാം. ദൈവം നമുക്ക് തരുന്ന ഒരു അവസരം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നമ്മെ തന്നെ എടുക്കുന്നത് കൊള്ളാം. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ഒരു മെസ്സേജ് കേട്ടുകൊണ്ടിരുന്നു. നമ്മൾ തുടർന്ന് ബൈബിൾ ക്ലാസ്സിലേക്കൊക്കെ പോകാൻ തുടങ്ങുക. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ഒരു മെസ്സേജ് കേട്ടുകൊണ്ടിരുന്നു. കാര്യം എനിക്ക് ആ മെസ്സേജിനോട് ഭയങ്കര താല്പര്യമുണ്ട്. നല്ല ഭാഷാശൈലിയിൽ ആശയമുള്ളത്. ചുമ്മാ കുറച്ച് സ്വതന്ത്രം പറഞ്ഞ് അങ്ങ് പോകുക എന്നുള്ളതല്ല, അത് നല്ലതാണ്. എന്നാൽ അതിനേക്കാൾ അപ്പുറത്ത് കുറെ ആശയങ്ങൾ, അകത്ത് ദൈവവചനത്തിന്റെ കഴമ്പായ കാര്യങ്ങളുള്ള ഒരു സന്ദേശം ഇന്നലെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനകത്ത് വൺസ് അഗൈൻ നീറോ കൈസരെ കുറിച്ചും പൗലൂസിന്റെ ജീവിതശൈലിയുടെ ചില ഭാഗങ്ങളെക്കുറിച്ചും തൊട്ടത് എന്നെ ഒരുപാട് ചലിപ്പിച്ചു. ചൂടോടെ ദൈവസഭയുടെ മുമ്പിൽ വെക്കുന്നത് പ്രയോജനമായിരിക്കും. അതുകൊണ്ട് മാത്രം ഞാനത് പറയുക. പൗലൂസിന്റെ പിതാവിനെ കുറിച്ച് 14 കപ്പലുകളുടെ ഉടമസ്ഥനായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് എന്ന് കേട്ടിട്ടുണ്ട്. അല്ലെ, ചരിത്രം അങ്ങനെ പറയുന്നു. അന്നത്തെ കറൻസിയിൽ വിലയിരുത്തിയാൽ അക്കാലത്ത് 3 കോടി എങ്കിലും അമേരിക്കൻ ഡോളർ, 3 കോടി അമേരിക്കൻ ഡോളർ. അന്ന് ഡോളർ ഇല്ല, ഇന്ന് ഡോളർ ആയത്. അന്നത്തെ എമൗണ്ട് ഇന്ന് കൺവേർട്ട് ചെയ്താൽ 3 കോടിയെങ്കിലും അമേരിക്കൻ ഡോളർ തൻ്റെ ഷെയറായി വരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു വിശുദ്ധ പൗലോസ്. തൻ്റെ ആസ്തി എന്നാണ്. ആ മനുഷ്യൻ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. തന്റെ വാചകപ്രകാരം 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനും മതത്തിന്റെ അഗ്രഗണ്യനും ഗമാലിയേലിന്റെ പാദത്തിലിരുന്ന് പഠിച്ചവനും ടോപ്പ് മോസ്റ്റ് എഡ്യൂക്കേഷൻ പ്രാപിച്ചവനും മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് അധികാരപത്രം വാങ്ങിച്ചു നടത്തുന്നവനും ഏറ്റവും മാന്യനും എന്നു വേണ്ട എല്ലാ രംഗങ്ങളിലും ഉയർന്നു നിന്ന ആ മനുഷ്യൻ സുവിശേഷത്തിനു വേണ്ടി ഓടാൻ തുടങ്ങി. ഏറ്റവും ഒടുവിൽ തീമോത്യോസിന് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു, തീമോത്യോസേ, നീ വരുമ്പോൾ എൻ്റെ ചർമ്മലിഖിതങ്ങളും പുതപ്പും കൂടെ കൊണ്ടുപോകണം. കഴിഞ്ഞ വർഷം റേസൻ തോമസ് നമ്മുടെ ഈ കോടാനുകോടികളുടെ ഉടമസ്ഥ എല്ലാം തീർന്ന് ഒടുവിൽ തന്നെ ആകെ ആസ്തി ഒരു പുതപ്പും കുറച്ച് പുസ്തകങ്ങൾ മാത്രമായി തീർന്നു. അതിനുശേഷം പറഞ്ഞു, ഇനി മിച്ചമുള്ളത് എൻ്റെ ശരീരമാണ്, അത് ഞാൻ പാനീയ ബലിയായി അർപ്പിക്കാൻ പോകുകയാണ്. ആ പുതപ്പിനെ കുറിച്ചൊരു വിശദീകരണം തൊടാൻ താല്പര്യപ്പെടുന്നു. താൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് ഈ പുതപ്പ് ചോദിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞു, നീചന്മാരിൽ നീചനായിരുന്ന നീറോ, നീചന്മാരിൽ നീചനായിരുന്ന ക്രൂരന്മാരിൽ ക്രൂരനായിരുന്ന നീറോ, ജനത്തെ പീഡിപ്പിച്ചു കൊന്നവൻ റോമിലെ പട്ടണം പണിയുവാൻ തീരുമാനിച്ചു. റോമാ നഗരം പണിയുന്നതിന് മുന്നമേ, അതൊരു നഗരമാക്കി പണിയുന്നതിന് മുന്നമേ അവിടെ താണയാളുകൾ പാർക്കുന്ന ഒരു സ്ലം ഏരിയ ആയിരുന്നു. കാശുള്ളവരുടെ ആരുടെയും വസ്തുവിനെ തൊടാതെ ഈ സ്ലമ്മിലുള്ള ആളുകളെ ഇറക്കി വിട്ടേച്ച് ആ സ്ലം എല്ലാം കൂടെ രൂപീകരിച്ചൊരു പട്ടണമാക്കിയാൽ വലിയവരെ തൊടാതെ ചെറിയവരെ നശിപ്പിച്ച് കഴിയാമല്ലോ എന്ന ചിന്തയിൽ ഈ സ്ലം നിവാസികളെ ഇറക്കി വിടുവാൻ തീരുമാനിച്ചു. പക്ഷെ സ്ലം നിവാസികളോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും അവർ പോയില്ല. ഇതുപോലെ തന്നെ സുവിശേഷത്തെ ഇല്ലാതെയാക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു.
സുവിശേഷകരോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നില്ല. അതിന് നീറോ ഒരു വേല ചെയ്തു. തന്റെ ക്രൂരന്മാരായ ആളുകളെ വിട്ട് പട്ടപ്പകൽ അദ്ദേഹം ഇന്ന് റോമൻ പട്ടണം ഇരിക്കുന്ന ആ സ്ലമ്മിന് തീയിട്ടു. 10,000 സ്ലം ഡെല്ലേഴ്സ് കത്തി നശിച്ചു. അവരെ ജീവനോടെ ചാമ്പലായി. 10,000 അവരുടെ കൊച്ചു കുടിലുകൾ മുഴുവനും നശിച്ചു. എന്നിട്ട് നീറോ തന്റെ ആളുകളെ കൊണ്ട് പരസ്യപ്പെടുത്തിച്ചു, ഭൂമിയും അതിന്റെ പണികളും വെന്തുപോകുമെന്ന് വ്യാജ പ്രസ്താവന നടത്തുന്ന ക്രിസ്ത്യാനികൾ അവരുടെ ബൈബിൾ തെളിയിക്കേണ്ടതിന് വേണ്ടി ഇവിടെ തീയിട്ടതാണ്, ക്രിസ്ത്യാനികളാണ് ഇതിന്റെ ഉത്തരവാദികൾ. തുടർന്ന് സാധാരണ ജനങ്ങൾ ചേർന്ന് ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ സാധാരണക്കാരൻ എത്തിപ്പിടിക്കാൻ കഴിയാതെ പോയ 2 വ്യക്തിത്വങ്ങളായിരുന്നു. ഒന്ന് പത്രോസും വേറൊന്ന് പൗലോസും. ഈ 2 വ്യക്തിത്വങ്ങളെ നീറോ പിടിച്ചു. ഇവരെ 2 പേരെയും കൊല്ലുവാൻ തീരുമാനിച്ചു. അതിൽ പത്രോസിനോട് നീറോയ്ക്ക് ഒരു ഗുണമുണ്ടായിരുന്നു. നമ്മിൽ പലരും നമ്മുടെ നാട്ടിൽ ഇന്ന് കാണാത്ത, ഇന്ന് മതവൈരാഗ്യങ്ങൾ ക്രിസ്ത്യാനികളെ ഒരുപാട് പേരെ കൊല്ലുന്നുണ്ട്. ആരോടെങ്കിലും നിന്റെ അന്ത്യാഭിലാഷം എന്താണെന്ന് ചോദിക്കാറില്ലല്ലോ, ചോദിക്കാതാ കൊല്ലുന്നത്. പക്ഷെ നീറോ അത്ര നല്ലവനായിരുന്നു. അന്ത്യാഭിലാഷമെങ്കിലും ചോദിച്ചേ കൊല്ലുള്ളൂ. അങ്ങനെ അന്ത്യാഭിലാഷം ചോദിച്ച കൂട്ടത്തിൽ പത്രോസിനോട് പറഞ്ഞു, നിന്റെ ശിക്ഷാമാർഗം ക്രൂശിക്ക് തന്നെയാണ്. നിനക്ക് അന്ത്യാഭിലാഷം ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഒരു അന്ത്യാഭിലാഷം ഉണ്ട്, എന്നെ തല കീഴായി കുരിശിച്ചാൽ ഉപകാരമായിരുന്നു. അത്രേ ഉള്ളൂ എനിക്ക് അന്ത്യാഭിലാഷം. കാര്യം എൻ്റെ യേശുവിൻ്റെ കൈകൾ തല മുകളിലും കാല് താഴെയുമായിട്ടല്ലേ കുരിശിച്ചത്. എൻ്റെ മരണസമയത്ത് എൻ്റെ യജമാനൻ്റെ പാദം ചുമ്മിച്ചു കൊണ്ടുപോകുവാൻ എന്നെ തല കീഴായി കുരിശിച്ചാൽ. പത്രോസിനെ തല കീഴായി കുരിശിച്ചു. പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുക. താന് ശീതകാലത്ത് അവിടെ കിടക്കും എന്ന് കരുതി പോയതല്ല. ഞാൻ ഇപ്രാവശ്യം UK പോയ പോലെ അവിടുത്തെ സമ്മറിലാണ് ഞാൻ പോയത്. താനും അങ്ങനെ കണ്ടായിരിക്കും പോയത്. ജയിലിലായി പോയത് കൊണ്ട് വിന്റർ വരെ നിൽക്കേണ്ടതായി വന്നു. തനിക്കൊരു പുതപ്പില്ല. റോമൻ കത്തോലിക്കരുടെ ഹിസ്റ്ററിയിൽ നിന്നാണ് ഞാൻ ഈ എടുക്കുന്നത്, അത് കറക്റ്റാ. തനിക്കൊരു പുതപ്പില്ല, അസ്ഥി കോച്ചുന്ന തണുപ്പ. ഈ ജയിലിൽ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ തൻ്റെ അന്ത്യാഭിലാഷം അറിയിച്ചത്, എനിക്കൊരു പുതപ്പുണ്ട്. ആ പുതപ്പ് കൊണ്ടുവരുവാൻ തീമോത്തിയോസിന് ഒരു എഴുത്തെഴുതാൻ, അതാ എൻ്റെ അന്ത്യാഭിലാഷം. അല്ലേ? $3 കോടി സ്വത്തുള്ളവൻ ഒന്ന് പുതയ്ക്കാൻ പുതപ്പില്ലാത്ത സിറ്റുവേഷനിലായി. എൻ്റെ അനുഭവം അതല്ല. ഉടുതുണിക്ക് മറുതുണി ഇല്ലാതിരുന്ന പലരും ഇന്ന് ഈ നാമത്തിൽ കോടീശ്വരന്മാരായി. പാസ്റ്റർ വി. എ. തോമസ് ഉപയോഗിച്ചിരുന്നൊരു പദം എനിക്ക് ഓർമ്മയുണ്ട്. സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുന്നവർ വേറെ, സുവിശേഷം കൊണ്ട് ഉപജീവനം കഴിക്കുന്നവർ വേറെ. ഉടുതുണിക്ക് മറുതുണിയില്ലഞ്ഞവരും കടഭാരത്തിലായവനും ഈ പുസ്തകവുമായി സമ്പന്നരായ ചരിത്രമുണ്ട്. $3 കോടി ഉടമസ്ഥൻ, 14 കപ്പലുകളുടെ യജമാനൻ, ഒന്ന് പുതയ്ക്കുവാൻ ഒരു പുതപ്പ് കൊണ്ടുവരുവാൻ തീമോത്തിയോസിന് ഒരു എഴുത്തെഴുതുന്നത് അന്ത്യാഭിലാഷമായി തിരഞ്ഞെടുത്തു. ഞാൻ ചെയ്ത പോലല്ലോ പൗലോസ് ചെയ്ത ശുശ്രൂഷ. എത്ര ആയിരങ്ങളെ കർത്താവിന്റെ കൃപയിലേക്ക് മനുഷ്യൻ കൊണ്ടുവന്നു. തനിക്ക് പുതയ്ക്കുവാൻ ഒരു പുതപ്പില്ലെങ്കിൽ അത് പൊതുലോകത്തിൽ അടുത്തെങ്ങാനും ആരെയും അറിയിച്ചാൽ അടുത്താരെയും ഒരു പുതപ്പ് കൊടുക്കത്തില്ലേ? സ്വന്തമായി ഒന്നുള്ള സാഹചര്യത്തിൽ ആരോടും ഇരക്കാതെ, ആർ യു ഗെറ്റിംഗ് മീ? ജീവിത പ്രിൻസിപ്പിൾ. എത്ര ആയിരങ്ങളെ ക്രിസ്തുവിലേക്ക് നയിച്ച ആ മഹൽ വ്യക്തിക്ക് അടുത്താരോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ഒരു പുതപ്പ് കിട്ടത്തില്ലേ? റോമിലെ കാരാഗ്രഹത്തിൽ അസ്ഥി പൊള്ളുന്ന പടയുന്ന തണുപ്പിന് അന്ത്യാഭിലാഷം ചോദിച്ചത് ഇതാ, തീമോത്തിയോസിന്റെ പേർക്കൊന്ന് എഴുതണം, എന്റെ പുതപ്പ് കൊണ്ടുവരാൻ. സുവിശേഷത്തിന്റെ പേരിൽ ആരോടും ഒന്നും വാങ്ങാതിരിപ്പാൻ താൻ തീരുമാനിച്ചു. എന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു, ഒരു വലിയ മനുഷ്യന്റെ കാര്യം. തീമോത്തിയോസിന് എഴുത്തെഴുതി. ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്. എഴുത്ത് കിട്ടിയ ഉടൻ തീമോത്തിയോസ് പോയി തന്റെ ചർമ്മലിഖിതങ്ങളും പുതപ്പും വാങ്ങി ഇവയൊക്കെയുമായി റോമിലെത്തി. ആ പുതപ്പ് പുതച്ചോന്നാ അടുത്തത്, പുതച്ചില്ല. തീമോത്തിയോസ് എത്തുന്നതിന്റെ തലേ ദിവസം പൗലോസിന്റെ കഴുത്ത് വെട്ടി. ഞാനോ പാനീയ ബലിയായി അർപ്പിക്കപ്പെടാൻ പോകുക. എന്റെ നിര്യാണം എന്തെന്ന് എനിക്കറിയാം.
എൻ്റെ നിര്യാണ കാലം എന്തെന്ന് എനിക്കറിയാം. എൻ്റെ മരണം ഏത് വിധേനയായിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്തു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നിത്യതയിൽ ദൈവം എനിക്ക് വേണ്ടി ചിലത് വെച്ചിരിക്കുന്നു. ഇതിനകത്തിരിക്കുന്ന ഒറ്റ വ്യക്തിയെ രക്തസാക്ഷിത്വത്തിലേക്ക് ഞാൻ വിളിക്കുകയല്ല, പക്ഷേ ദൈവത്തിന് വേണ്ടി ഇറങ്ങി നിൽക്കുവാൻ ഒരാഹ്വാനം ലഭിച്ചാൽ ആ പദവി ഉപയോഗിക്കുവാൻ തീരുമാനിക്കുന്നവർക്കായി സ്തോത്രം. ആർ യു ഗെറ്റിംഗ് മീ? ഞാൻ പഴയ വാചകങ്ങളിലൂടെ ഒരു പ്രാവശ്യം കൂടെ പോകട്ടെ. $3 കോടി ഉടമയായവൻ യൂറോപ്പിലെ തണുത്തു കോച്ചുന്ന ആ മഞ്ഞിന്റെ ഇടയിൽ ഒന്ന് പുതയ്ക്കാൻ ഒരു പുതപ്പ് ലഭിക്കാതെ തന്റെ അന്തം കുറിച്ചെങ്കിൽ, ഉടുതുണിക്ക് മറുതുണിയില്ലാതിരുന്ന പലരെ സമ്പന്നരാക്കിയ മാർഗം ഈ മനുഷ്യനെ തന്റെ ഈ പ്രത്യാശയിൽ ഇവിടം വരെ എത്തിച്ചു. താൻ അവിടുന്ന് പറയുന്നൊരു വാക്കുണ്ട്, എനിക്കിതിനെക്കുറിച്ച് ഒന്നും പേടിയില്ല തീമോഥെയോസേ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നെനിക്കറിയാം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നെനിക്കറിയാം. എന്റെ ഉപനിധി ഇവിടം കൊണ്ട് തീരുന്നതല്ല. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് രോഗശാന്തി ഉണ്ട്. ഇന്ന് പകൽ രോഗശാന്തി നടക്കണം, അത് നമ്മുടെ അവകാശമാണ്. ഈ ഭൂമിയിൽ നമുക്ക് അനുഗ്രഹമുണ്ട്, ഇന്ന് പകൽ നമുക്ക് ലഭിക്കണം. പക്ഷേ നമ്മുടെ നോട്ടം ഇവിടുത്തെ അനുഗ്രഹമല്ല. ഒരു ഉപനിധി എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു, ഒരു വരുംകാലം നിത്യത എനിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. അവിടെ ഞാൻ എത്തേണ്ടതിന് ഞാൻ എങ്ങനെയൊക്കെ ശ്രമിച്ചാൽ സാധിക്കും, ഞാൻ എങ്ങനെയൊക്കെ ഓടിയാൽ സാധിക്കും. നമുക്ക് അങ്ങനെയൊന്ന് ഓടുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ തരട്ടെ. നമ്മുടെ ദർശനം വെറും ഹ്രസ്വമായി മാറാതെ, ഇനി അടുത്തുകൊണ്ട് ഫിക്സ് ചെയ്യാതെ, ഒരല്പം ദൂരത്തിലും ഉയരത്തിലും നമ്മുടെ ദൃഷ്ടി പതിപ്പിക്കുവാൻ സ്വർഗത്തിലധികം നമുക്ക് കൃപ തരട്ടെ. ഇന്നേക്കിവിടെ ആവശ്യമുള്ളത് മുഴുവൻ ഇവിടെ വേണം. ഇന്നേക്കിവിടെ വേണ്ടതെല്ലാം ഇവിടെ വേണം. പലരും പറയാറുണ്ട്, ഞാൻ കർത്താവിന് വേണ്ടി ത്യാഗം സഹിച്ചു എന്ന്. എനിക്കൊന്ന് ഈ 2-3 ദിവസങ്ങൾക്ക് മുമ്പേ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും കൂടെ പ്രാർത്ഥനയ്ക്കിരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ അവരോട്, എൻ്റെ കുടുംബത്തോടുകൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഒരു പടും കള്ളൻ ഉണ്ടായിരുന്നു പണ്ടൊരു കാലത്ത്, ശുദ്ധ കള്ളൻ. എന്തേലും മൂട്ടച്ചില്ല, അവൻ ഒറ്റ രാത്രിയിൽ ഉറക്കം വരത്തില്ല, എല്ലാ രാത്രിയിലും മൂട്ടിക്കും. ഇടയ്ക്കൊക്കെ പിടി കിട്ടുമ്പോൾ ആളുകൾ ഇടിക്കും, അവൻ ഓടെ രക്ഷപ്പെടാനൊക്കെ അറിയാൻ രക്ഷപ്പെടും. ഒരിക്കൽ അവനെ പിടിച്ച് ഇടിച്ചു. ഇടി കൊണ്ട് ഇവൻ വശായി, നാട്ടുകാരുടെ എല്ലാം വൈരാഗ്യം തീർത്ത് ഇടിച്ചു. അവനെ വിട്ട ശേഷം ആരോ അവനോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നടാ, കൊള്ളായിരുന്ന രാത്രി അല്ലേ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ എൻ്റെ കൊണ്ടുപോയി തിരിച്ചു കിട്ടിയിട്ടില്ല, ഇടിച്ചേച്ച് പോരുന്നതല്ലേ ഉള്ളൂ, മോഷ്ടിച്ച സാധനം തിരിച്ചു കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ആ വൈരാഗ്യം തീർക്കാനാ. എങ്ങനെ ഉണ്ടായിരുന്നടാ, കൊള്ളായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു മറുപടി, എന്നോട് ഇത്ര ചെയ്തുള്ളല്ലോ, ഒരു രാത്രി കൊണ്ട് നമ്മുടെ യേശുവിനോട് എന്തെല്ലാം പണിവന്മാർ കാണിച്ചു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാനൊരു തെറ്റ് ചെയ്ത് അതിന്റെ ശിക്ഷ അനുഭവിക്കുന്ന കാര്യം അല്ലി പറഞ്ഞേ. എനിക്കുണ്ടായിരുന്നത് ക്രിസ്തു നിമിത്തം ഛേദം, എനിക്ക് ലാഭമായിരുന്നത് ക്രിസ്തു നിമിത്തം ഛേദം. പൗലോസ് അങ്ങേ ഇത്രയത്തിന് പ്രേരിപ്പിക്കാൻ കാരണം എന്താ? കാതലിക് ഹിസ്റ്ററി പറയുന്നത്, തന്റെ മരണത്തിന് വേണ്ടി തന്നെ 10 പടയാളികളും ഊരിപ്പിടിച്ച വാളുള്ള ഒരു ആരാച്ചാര്യം ചേർന്ന് കൊണ്ടുപോകുമ്പോൾ സുസ്മേരവതനായി ചിരിച്ചുകൊണ്ട് ഞാൻ പ്രിയം വച്ചിരിക്കുന്നവന്റെ അടുക്കലെത്തി, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നത് എനിക്കേറെ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്തു. വാക്കുമാറാതെ പോകുവാൻ, ജീവിതത്തിന്റെ പ്രതിഷ്ഠകൾ ഉറപ്പിക്കുവാൻ ഇന്ന് ഒന്നുകൂടെ ദൈവസന്നിധിയിൽ സമയമെടുക്കൂ. നമുക്ക് അവിടെ ഇവിടെയൊക്കെ നമ്മുടെ ജീവിതത്തെ ഉറപ്പിക്കുന്നേ ഉള്ള. ഞാൻ ഇതൊക്കെ പറയാൻ വേണ്ടിയാണ് ഇന്ന് പിക്ചർ പ്രൊജക്റ്റ് ചെയ്തത്. അല്ലാതെ ഞാൻ പോയിച്ചു വന്നെന്ന് പറയാൻ മാത്രമല്ല. ഞാൻ പോയിച്ചു വന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് റിസൾട്ട് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണത്തക്ക പോലെ കർത്താവ് തന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ നമുക്ക് ഒന്നുകൂടെ പ്രതിഷ്ഠിക്കാം. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഞങ്ങൾ അങ്ങയുടെ പാദത്തിൽ വരുന്നു. ശുശ്രൂഷകന്മാരുടെ പടിയിൽ നിൽക്കുവാൻ ഞങ്ങളൊന്നുമില്ല, ഭക്തന്മാരുടെ നിരയിൽ നിൽക്കുവാൻ ഞങ്ങളൊന്നുമില്ല. കൃപയാൽ വിടുവിക്കപ്പെട്ട ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലതെന്ന് കാണുവാൻ, പിരിവെടുക്കുന്നതിനേക്കാൾ തിരുമേനിക്ക് വേണ്ടി ദാനം ചെയ്യുന്നത് നല്ലതെന്ന് കാണുവാൻ, ക്രിസ്തീയ മാർഗത്തിൽ മടങ്ങി വരുവാൻ സഭയായി ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിന്റെ പ്രമാണങ്ങളിൽ ഞങ്ങളെ എത്തിക്കണേ. മഹത്വം കർത്താവ് എടുക്കണേ. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ.